പഴുത്ത മാങ്ങയില് മാങ്ങക്കറി. ഇനി മാങ്ങയുടെ പാണ്ടി മാത്രമേ ഉള്ളൂ. ഗൈസ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഞാൻ കുറേ പോലെ എല്ലാം കഴിക്കട്ടെ. Yo, what's going on guys? Picture. Welcome back to brand new vlog guys. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇന്ന് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്ന ഈ ടൈം എന്ന് പറഞ്ഞാൽ 11:46 ഗൈസ്. എന്റെ കൂടെ ഉണ്ണിക്കുട്ടുണ്ട്. ഉണ്ണിക്കുട്ട രാവിലെ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി റൊട്ടീൻസിൽ ഉപരി ഞാൻ കാലത്തെ ഫുഡ് കഴിച്ച് ബാക്കി എല്ലാ സംഭവം ചെയ്തിട്ട് നേരെ ഇന്ന് എനിക്കൊരു മെയിൻ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറിച്ചുകൊണ്ടുവന്ന മാങ്ങയില്ലേ, അപ്പൊ അതിൽ നിന്ന് 1-2 മാങ്ങ എടുത്തിട്ട് മാങ്ങാക്കറി ഉണ്ടാക്കിയാലെന്നൊരു ഐഡിയ എനിക്കുണ്ട്. ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഒരു കുക്കിംഗ് ഞാൻ ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് ടൈം ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് ഈ സാധനം ചെയ്യണം, മാങ്ങാക്കറി. ഈ മാങ്ങാക്കറി ഞാൻ ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് ഇവനെ കൊണ്ടാണ്. നീ ടേസ്റ്റ് ചെയ്തിട്ട് എന്തെന്ന് പറയും? കൊള്ളാന്ന് പറയൂ, അതേ കുറ്റം പറയും? കൊള്ളൂലെങ്കിൽ എടാ ജെനുവിൻ ടെസ്റ്റർ ആണ് നീ. ജെനുവിൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ടെസ്റ്റർ ആണ്. ഫുഡ് ടെസ്റ്റിംഗ് മറ്റേ അത്ലറ്റ് എന്നൊക്കെ പറയും. പക്ഷെ ഫുഡ് ടെസ്റ്റിംഗ് അത്ലറ്റ്, ഫുഡ് ടെസ്റ്റ് ചെയ്യുന്ന ആളിനെ എന്തിനാണ് ഫുഡ് ടെസ്റ്റർ നമുക്ക് പേരിടാം ഇപ്പൊ. ഓക്കെ, അത് മതി. ഫുഡ് ടെസ്റ്റർ ഉണ്ണിക്കുട്ടൻ. നിന്റെ പേര് ശങ്കരൻ എന്നാ? അല്ല, അപ്പൊ ഉണ്ണിക്കുട്ടൻ. അപ്പോഴും മാങ്ങാക്കറി ഉണ്ടാക്കുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ കഴിച്ച് ഇതിന്റെ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് ഗൈസ് ഇന്നത്തെ ഈ വ്ളോഗ്. ഓക്കെ അപ്പോഴും നമ്മള് മാങ്ങക്കറി ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് ഒന്നുമില്ല, മാങ്ങക്കറി ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഗൈസ്. ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്ടോ, ആദ്യം ഇൻട്രോ എടുത്ത് കഴിഞ്ഞപ്പോ ആദ്യം വന്നു തേങ്ങ ചിത്തണണ്ട. ചെറുക്കന്റെ കഴിവ് ചില്ലറയല്ല. ഇതെന്തുവാണ്? കറച്ചട്ടിയാണ് ഗൈസ്. പിടിയടാ. അതെന്തൊരു കാരക്ക് ഇതെവിടെ നീട്ടിയ? ഇതാ നമ്മൾ നല്ലൊരു കറച്ചട്ടി എടുത്തിട്ടുണ്ട് ഗൈസ്, അടിപൊളി. പിന്നെ മൂടകം നിങ്ങൾ നോക്കണം. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിയല്ലേ മഹേന്ദ്ര ബാഹുബലി കോളേജ്. മഹേന്ദ്ര ബാഹുബലി ഇവന് പ്രത്യേക അറാജല്ലേ. എനിക്ക് നോക്കി നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ ഇറക്ക. പൊളി. അപ്പോൾ മാങ്ങാക്കറിക്ക് ആവശ്യം മാങ്ങ, നല്ല മുഴുത്തൊരു മാങ്ങ നമ്മൾ പറിച്ചു എടുത്തിട്ടുണ്ട് ഗൈസ്. ആദ്യം നമ്മൾ എല്ലാവരും കൂടെ പോയി പറിച്ചു. പക്ഷെ ഇവ ഉണ്ണിക്കുട്ടൻ വന്നിരുന്നു മാങ്ങ പറിക്കാൻ. പിന്നെ ഇവനെയാണ് വിളിച്ചോണ്ട് വന്നത്. ഇവ അവിടെ നല്ല രീതിക്ക് മാങ്ങയും പറിച്ച് അത് ആ കഥ വിട്. അപ്പൊ ഇത് ഓക്കെ, മാങ്ങ ഓക്കെ. പിന്നെ ഒരു തടിമാട ഇഞ്ചി, ഇതിന്ന് കുറച്ച് നമ്മളെടുത്ത ഒരു ഭംഗിക്ക് വേണ്ടി വരണം എടുത്ത്. പിന്നെ കൊച്ചുള്ളിയാണ് ഗൈസ് ആവശ്യം. കൊച്ചുള്ളി വീട്ടിൽ നോക്കിയിട്ടില്ല. അപ്പോഴും നമ്മൾ ചെറിയ ഉള്ളി എടുത്ത്. സവാള, കൊച്ചുള്ളി ചെറിയുള്ളി ഒന്നല്ലേ, ഇത് സവാള, ഇത് വലിയുള്ളി സവാള. ഓക്കെ, അപ്പൊ സവാള എടുത്ത്. ഇനി വേറെന്തരം കിടുതാപ്പൊക്കെ വേണം. മുളകുണ്ട്, കാന്താരി മുളക്, അത് നമ്മൾ പോയി പറിച്ചിട്ടോ. മുളക് കറിക്ക് വേണ്ടി വെക്കാൻ കണ്ടില്ലേ? അതുകൊണ്ട് പറിച്ച് എന്റെ കയ്യിൽ മുളക് പറിക്കുക. അടാ ഇത്രയും മുളക് വയ്ക്കണം, ഇവന് കണ്ടുപിടി. പഴിക്കണ്ട, നീ പച്ച എടുത്താൽ മതി. നമ്മൾ കാന്താരി മുളക് ഇടിച്ച് ചായച്ച് ഇതിന്റെ അത് കയറ്റാം. ഇങ്ങോട്ട് പോ. കണ്ടില്ലേ? ഞാനിപ്പോ ഒരു ചേരേനെ പാമ്പിനെ കണ്ടു. നല്ല സുന്ദരമാണ്. അതിവിടെ വളർത്തണ ചേരണ്ടാ. പേര് ദാമു. നീ ഇനിയിപ്പോ എങ്ങനെ വിളിച്ചോ? നമ്മള് ദാമു എന്ന് വിളിക്കും. ദാമു ചേര. ഓ, നാണം കണ്ടില്ലേ? വാ, പാൽ മുളകാണ് കൈസ് ഇത്. കണ്ട ഇതൊരു 2 എണ്ണം പറിക്കാം നമുക്ക് കേട്ടോ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. യെസ്, ദാറ്റ്സ് ഇറ്റ്. മുളവിന്റെ കാര്യം അങ്ങനെ സെറ്റായി ഗൈസ്. നമുക്ക് നേരെ ഇറങ്ങാം. നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി എടുത്ത് ഇനി വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും സംഭവങ്ങൾ എടുക്കണം. അപ്പൊ ഞാൻ അടുക്കളയിൽ പോയി ആ സാധനങ്ങളോട് എടുക്കാം. നീ തേങ്ങ തരുവോ? എന്തിനു തിരുവൂലേ? ചെറുക്കെന്താ ഇഞ്ചി വലിക്കണം എന്ത് ക്ലീൻ ആയിട്ട്. നീ പാചകമൊക്കെ പഠിച്ചോടാ, നല്ല സൂപ്പർ ആയിട്ട് ചെയ്യണം. റിവ്യൂ നീ എന്തിനാ അവിടെ പോയിരിക്കും? ഇങ്ങോട്ട് വാടാ. എനിക്ക് ഉപ്പൊക്കെ ഞാൻ ഇടാം. വീട്ടിൽ മുളക് പൊടി തീരെ അറിഞ്ഞ അമ്മ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പേശ കിട്ടും. മല്ലിപ്പൊടിയും തീർന്ന്. ഇനിയിപ്പോ ഇത് പുതിയത് പൊടിച്ച് പറ്റും. എന്നാലും ഇത്രയും മല്ലിപ്പൊടിയിൽ നമുക്ക് ഉണ്ടാക്കാനാണ് എന്റെ ഒരു വിശ്വാസം കേട്ടോ. നോക്കാം. എനിക്ക് പാചകം അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പാചകം അറിഞ്ഞൂടാത്ത ഒരാളായിട്ട് നിന്ന് തന്നെ ചെയ്യണം. അതാണ് സംഭവം. അപ്പൊ ഞാൻ ചെയ്ത് വെക്കണം. ബ്ലെൻഡർ ആയാലും എന്തിനായാലും നിങ്ങൾക്ക് വീഡിയോയിൽ അറിയാൻ പറ്റും. ഞാൻ അഭിപ്രായം പറയൂല. ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ കൊള്ളാന്ന് ഒരിക്കലും പറയൂല. ഇവന്മാര് തന്നെ അഭിപ്രായം പറയും. ഇവനാണ് പ്രൊഫഷണൽ ഷെഫ്. അതാണ്ട് അരിച്ചിൽ കണ്ടാ അറിയാം. ഒരു ഇഞ്ചി അരിയാൻ തുടങ്ങിയിട്ട് 2.5 മണിക്കൂർ. ഇത് അടുത്ത ഷെഫ്. പറയടാ, ഇതെന്ത് നീ ക്ഷീണിച്ചിരിക്കണ? ഒരു കാന്താരി വെള്ളം എടുത്തോ നീ ക്ഷീണിച്ചോ? ഉണ്ണിക്കുട്ട തളന്ന് ഞാൻ അപ്പൊ ഒരു തലങ്ങണി എടുത്ത് കൊടുത്ത് ചെറുക്കനോടെ കിടത്തി ഒരു ഫാൻ ഇട്ട് കൊടുക്കാം. ബാ തുടങ്ങാടേ. ഓ, വെയില് കൊണ്ട് തളന്ന്. കറച്ചട്ടി, കാന്താരി മുളക്, ഉള്ളി, ഒരു പീസ് ഇഞ്ചി, മാങ്ങ. ഓക്കെ, തേങ്ങ ഇതെന്തിരി ക്രോപ്പ് ചെയ്ത് മറ്റേ ഡ്രിം ചെയ്ത് വെച്ചിരിക്കുന്നു. താടിയൊക്കെ ഡ്രിം ചെയ്യും പോലെ മാങ്ങ ഇതാ ഡ്രിം ചെയ്ത് വെച്ചിരിക്കുന്നു. കഴിവി തന്നെ ആ പിച്ചാത്തിരെ വാത്തലയെ വിളിച്ച് മാങ്ങ ഞാൻ അരിഞ്ഞോളാം. അത് നീ അരിഞ്ഞ് തെറ്റാക്കണ്ട. ഇതിനെ കഴുകി എടുക്കണം. വാ പിടിയടാ. ആ കഴുകിയിരിക്കണ ഞാൻ കഴുകിക്കോളാം. അത് എന്റെ കൈ. നമ്മളാ കറച്ചട്ടിയിലെ കരി എടുത്ത് വെച്ച് പിടിച്ചതാണ് അവസ്ഥ.
ഇനി നമ്മൾ മാങ്ങ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഈ മാങ്ങ നമ്മൾ ഇതിനെ ചെത്തിയെടുത്ത് നല്ല നീളത്തിന് അരിഞ്ഞെടുക്കുന്നതിലാണ് ആ ഒരു ഭംഗിയും വരണ കറി കാണാനും ഒരു രസമുള്ള. തേങ്ങ ചെത്തണം. ഈ തേങ്ങ ചെത്തണ സമയം കൊണ്ട് മാങ്ങ ചെത്തിയിരുന്നെങ്കിൽ അങ്ങനെ തന്നെ അങ്ങനെയല്ല. അത് പുളിശ്ശേരി അല്ല, പുളിശ്ശേരിക്ക് മാങ്ങ ഈ മാങ്ങയല്ലായിരുന്നു, ഫുള്ള് മാങ്ങ. അല്ല അങ്ങനെ മാങ്ങയല്ല, കുഞ്ഞു മാങ്ങ. കുഞ്ഞു മാങ്ങ. ഗായ്സ്, അപ്പൊ നമുക്ക് മാങ്ങ കട്ട് ചെയ്തെടുക്കാം. മോത്തിരിട്ടാ അരിയത് അരിയും ചെയ്ത് അപ്പോൾ നമുക്ക് മാങ്ങ കട്ട് ചെയ്തെടുക്കാം. ഗൈസ്, എന്റെ പൊന്നോ പഴുത്തെന്ന് പോണ കേട്ടോ. കറി മധുരിക്കുമെന്തോ, എത്ര മധുരിക്കുമോ. മാങ്ങയിൽ കരക്കിട്ടില്ല. പഴുത്ത മാങ്ങയാണ്, കുഴപ്പമില്ല, നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതേ ഉള്ളൂ. ഇനി വേറെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പഴം കിട്ടും. സംഭവം നല്ല പഴുത്ത മാങ്ങയിലാണ് നമ്മൾ മാങ്ങക്കറി ഉണ്ടാക്കണം. ഇനിയിപ്പോ ഇതിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. മധുരത്തിന് ശർക്കരയാണ് ചേർക്കണം മാങ്ങക്കറിയിൽ. എന്തൊക്കെ എന്തോ എടാ ശർക്കര ചേർക്കണോ? കണ്ടിട്ടില്ലേ മാങ്ങ? അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല, തന്നെ ഞാൻ ആദ്യം ഒന്നും കണ്ടിട്ടില്ല. ഇത്രയും മതി നമുക്ക്. ബാക്കി അമറി ചെത്തി കൊടുക്കാം. പിടിച്ചോ, ഉണ്ണിക്കുട്ടൻ ക്യാമറയാണ് എടുക്കണം. കൈ അടുപ്പിക്കണ്ട, നിനക്ക് തരാം. ഓ അങ്ങനെ. ഉണ്ണിക്കുട്ടൻ വ്ളോഗിങ് ഓടിച്ച് കണ്ടാ ചെറുക്കെ? ആ എപ്പടി നല്ല പഴുത്താടാ. ഇന്ന് ഇറക്കുന്ന മുമ്പേ സൂപ്പർ വെളിയിൽ എങ്ങനെയുണ്ട്? ഓ ആ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോഴേ അറിയാം. കൊള്ളൂലേടാ? എന്തായാലും ഇതിട്ടേക്ക് അറിയിക്കാൻ പറ്റും. ഈ മാങ്ങയുള്ളൂ. ഇനി മാങ്ങയുടെ പാണ്ടി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പീസ് പീസായി കടയിൽ എടുക്കണം. അത് ഞാൻ കാണിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി പറയാനെന്ന് പറഞ്ഞൂടാ. പാത്രം കാണിച്ചാൽ അതാ നീളത്തിന് അരിഞ്ഞിടണം. പക്ഷെ ഇത്രയും നീളം വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എടാ അങ്ങോട്ട് തിരിയടാ. ആ പാണ്ടി ഏതോ കടിച്ചതുപോലെ അങ്ങ് പോലെ കയറി ക്യാമറ വന്നപ്പോ. ഈ വീരന്റെ പല്ലുകൾ എംബ്ലം ചെയ്ത പാണ്ടിയാണായിരിക്കണം. വേണ്ട, അതെടുക്കണ്ട, വേറെ വാങ്ങാൻ. ഇതിനെ ചെത്തി ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ. ഫൈനലി നമ്മൾ കട്ട് ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്. പഴുത്ത മാങ്ങയിൽ മാങ്ങക്കറി എന്തൊരാവണമെന്തോ പരിപാടിയാണോ? ആദ്യമാണ് എന്റെ കൂടെ പറഞ്ഞ ഇത് പൊട്ടിക്കാന്ന് സ്വന്തമായിട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ തന്നെ പൊട്ടിക്കേണ്ടി വന്നു. കായ്സ് പൊട്ടിക്കോ? പിന്നെ അല്ല, മാസ് ഇടാ പൊട്ടി. ഇതാ നിന്റെ എക്സ്പേർട്ടില് ഹോട്ടലില. ആ അറിയാം. വെള്ളം വേണോ? നോക്ക്. വാ, വെള്ളം നിറഞ്ഞിരിക്കുന്നു. നല്ല ഫ്രഷ് തേങ്ങ കേട്ടാ. വേണോ? അയ്യേ, വെള്ളം കൊള്ളൂല്ലോ. പക്ഷെ ഇവന്മാര് അറിഞ്ഞ് മനപ്പുറം നീ തന്നതാണ്. നീ കണ്ടോന്നെ മനസ്സിലാക്കി. അതാണ് എക്സ്പേർട്ട്, തേങ്ങ എക്സ്പേർട്ട്. നീ തിരുവോ? അപ്പൊ ഞാൻ തിരുവാ. ഗായ്സ്, അപ്പൊ നമുക്ക് പകുതി തേങ്ങ മതി. അത് വെച്ച് തിരുവി എടുക്കാം. യെസ്, നമുക്ക് കറച്ചട്ടി ഒന്ന് കഴുകി എടുക്കാം. ഓ, ഇത് കൊള്ളാൻ മൂടൊന്നും കഴിവണ്ട. ഇവിടെ കഴുകി എടുക്കാം. ഓ, എന്റെ കൈ മൊത്തം കൈയായി. കഴുകി വെച്ചിരുന്ന കറച്ചട്ടി ആയതുകൊണ്ട് തെറ്റേ. സവാള നമ്മൾ അരിയണം. ഞാൻ അടുത്തോട്ടാ. പിറകെ കിടന്ന് കിണുങ്ങിയാണ്. അങ്ങനെ തന്നെ ഞാൻ അറിയാം. അടുത്തത് നിനക്ക് അടുത്ത പീസ് നിനക്ക് എന്നെ തരാം. പെട്ടെന്ന് അരി ഭയങ്കര സ്ലോ. നിന്റെ എത്ര വരുമോ? ഞാൻ സംഭവം തന്നെ. അടുത്ത പീസ് നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആദ്യം അരിയാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അരി സവാള ഗിരി. ഇതാണ് എക്സ്പേർട്ട് അല്ലേ? ഇതോ പാത്രം തെറിച്ചു പോകണം. പാത്രം തെറിച്ചു പോകണല്ല, അതങ്ങനെയൊക്കെ കൈ തിറക്കണം. മതി. ആ നല്ല മഴക്കോള് പറഞ്ഞോണ്ട് ഗൈസ് തകർത്ത് പെയ്യട്ടെ, എങ്കിൽ ഇന്നത്തെ വീഡിയോ മുടങ്ങല്ലേ. ഇതാണ് ഗൈസ്, കണ്ടില്ലേ അവന്റെ മനസ്സിലെ ആഗ്രഹം. എനിക്ക് വീട്ടിൽ പോയി. ഓ, ഉണ്ണിക്കുട്ടൻ വീട്ടിൽ പോയടാ. ഉണ്ണിക്കുട്ടൻ അവന്റെ അമ്മ വിളിച്ച് വീട്ടിൽ പോയി. ഇനി പോയിട്ട് വരുമെന്ന് പറഞ്ഞോളൂ. എന്തായാലും മാങ്ങക്കറി ഉണ്ടാക്കിയിട്ട് അവന് കൊടുത്തേക്കാം. സെറ്റ്. ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കാണ്. ഇങ്ങോട്ട് പോയി. മതി. ഇതോ അത്രയും പിച്ചാതെ ഇരിക്കുന്നത്. തട്ടി ഇടിഞ്ഞോട്ട് ബോയ്സ്. യെസ്. വെളുത്തുള്ളിയും കൂടെ വേണം കേട്ടോ. ഇനി 2 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ടോ. സെറ്റ്. ഇഞ്ചി വെളുത്തുള്ളി ഒരുമിച്ച് ഇത് ചിക്കൻ കറി അല്ലേ വെക്കണം, മാങ്ങക്കറിയാണ് തന്നെ. എന്തോ എല്ലാം ആദ്യ പ്രിപ്പറേഷൻ ലെവലിലാണ് പോകുന്നത്. പക്ഷെ ഞാൻ ഒരു അസിസ്റ്റ് ചെയ്ത് പോകുന്നു. ഷെഫ് ആദ്യം പറയും പോലെയാണ്. വാഴയില തോരൻ വെക്കാനാ? അത് നാളെ വെക്കാം. ഇപ്പൊ നമുക്ക് തേങ്ങ തിരുവാ. ഞാൻ തിരുവാ. സ്റ്റേറിൽ വെച്ച് തേങ്ങ തിരുവി തുടങ്ങി. ആദ്യം തിരുവാന്നാണ് പറയണം. തിരുവൂലെന്ന് പറഞ്ഞത് ആ തിരുവി തുടങ്ങി. അവനാണ് ഇതാ ഇത്രയും തിരുവിട്ട. ആദ്യം കറച്ചട്ടിയിലാക്കി, പിന്നെ അത് ആദ്യം നിന്ന് നേരെ ഞാൻ ഇതിലോട്ട് മാറ്റി. പടയപ്പ ഇങ്ങോട്ട് പിടിയടാ, ഇങ്ങോട്ട് മാറ്. ഞാൻ തരുവാ. മതി. ഇനി ഞാൻ തരുവാ. ഫൈനലി നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു സംഭവം തന്നെ വന്നു. മഴ തുടങ്ങിയിരിക്കുകയാണ്. പുറത്തെ പ്ലാൻ എന്തായാലും ഇന്ന് ഉപേക്ഷിക്കരുത്. നല്ല അടിപൊളിയായിട്ട് പുറത്ത് നിന്ന് മാങ്ങക്കറി ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കഴിക്കാന്ന് വെച്ചാൽ എന്തൊരു പറയാനാണ്. വാട്ടെ ഡേ ഗൈസ്. എന്തായാലും അത് സാരമില്ല, നമുക്ക് എന്തായാലും വീട്ടിനകത്ത് കൊണ്ടുവച്ച് ചെയ്യാം. ഇനിയിപ്പോ അതേ നടക്കുള്ളൂ. ഞാൻ അപ്പൊ ആദ്യം ഈ തേങ്ങ ഒന്ന് അരച്ച് സെറ്റാക്കി എടുക്കട്ടെ. അമ്മിക്കല്ലുണ്ട്, അമ്മിക്കല്ല് വെച്ച് അരച്ച് സെറ്റാക്കി എടുത്തിട്ട് പറയാല്ലേ. ആദ്യം മഴ പോകാൻ പ്രാർത്ഥിക്കടാ. മഴ വരാൻ വേണ്ടിയാണ് ഇവൻ പ്രാർത്ഥിച്ച. ചിരിയുണ്ടോ? സൈക്കോ ചിരിയുണ്ട്. ഇന്ന് നമ്മൾ മാങ്ങക്കറി ഉണ്ടാക്കി ചോറുണ്ണു. എന്നെ താറ്റാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ നേരത്തെ 2 താറ്റ് കൊടുത്തതിന് എന്നെ ഇന്ന് ഫുള്ള് വധിക്കാണ്. എന്റെ പൊന്നോ. പോടാ. ഓക്കെ, നല്ല ചതച്ചരയ്ക്കണം.
ചേട്ടൻ അരയ്ക്കാന്ന് പറഞ്ഞല്ലോ പെട്ടെന്ന് നീ അതിന്റെ താഴ്ത്തിക്കോളാം. പെട്ടെന്ന് ചേട്ടൻ ഭയങ്കര സ്ലോ. എടാ അരപ്പാൻ അരയ്ക്കുമ്പോൾ അരച്ചിട്ട് വെള്ളം കൂട്ടി ഒഴിച്ച് അങ്ങനെ സെറ്റ് ചെയ്യുക. ഇവിടെ പച്ചമുളക് എടുത്തില്ലേ? പച്ചമുളകൊക്കെ വേറെ അരച്ചല്ലേ ഇറക്കണം. ആദ്യം ഇതും കൂടി അടിച്ചാൽ മതി, അല്ല ഇടിച്ചാൽ മതി. അത് നമുക്ക് അല്ല ഇടിക്കാം. ചേട്ടൻ എന്തായാലും അറിയാം. പച്ചമുളക് അല്ലാതെ ഇടാനാണ് പറഞ്ഞത്. അത് അവർക്ക് അറിഞ്ഞൂടാത്തോണ്ട് നമ്മൾ വെക്കുന്ന രീതിയല്ലേ നമുക്ക്. ഓ ഇത് തേങ്ങ ഇട്ടില്ലാണ്ട് അതല്ലേ ഞാൻ പറഞ്ഞ സംഭവം വെള്ളം ചേർത്ത് അരിക്കണം. വെള്ളം ചേരണം. ചേട്ടനൊന്നും അറിഞ്ഞുകൂടാ. തടസ്സങ്ങളെന്ന് പറഞ്ഞ തടസ്സങ്ങളേ ഉദാഹരണമില്ല. മഴ നല്ല ഉറച്ചു വീണ് അതിന്റെയോടൊപ്പം നല്ല ശക്തമായിട്ടുള്ള ഇടി. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറയുന്ന സൗണ്ട് പോലും നേരെ കേൾക്കാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെ പറഞ്ഞാലും വൺ വീക്ക് കാണുന്നോണ്ട് തന്നെ ഞാൻ പഠിച്ചൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയ ഒരു കാര്യം നീ അതിന്റെ അറ്റ എന്തെന്നൊക്കെ വന്നാലും നമ്മൾ നിർത്തല് ചെയ്യുക. ജസ്റ്റ് ഡു ഇറ്റ്. മാങ്ങക്കറിയെങ്കിൽ മാങ്ങക്കറി, ഓട്ടമെങ്കിൽ ഓട്ടം. നമ്മൾ ചെയ്യുന്ന സംഭവം എന്ത് സംഭവമായാലും ജസ്റ്റ് ഡു ഇറ്റ്. അത്രേ ഉള്ളൂ. നമ്മൾ എന്തായാലും ഇന്ന് മാങ്ങക്കറി വെച്ച് അത് കഴിക്കും. അത് ഞാൻ തീരുമാനിച്ചായിരുന്നു. ഈ മഴ ഒന്ന് തോന്നിട്ട് സൗണ്ട് ഒന്ന് കറക്റ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്തല്ലോ. ഓക്കെ പെട്ടെന്ന് ഓക്കെ സെറ്റിമസാ ഗ്യാസിലോട്ട് ഗ്യാസ് കത്തിച്ചിട്ടാണ് വെയിറ്റ്. നിനക്കറിയാമോ എന്തരാണെന്ന്? എവിടെ ഇതായിരിക്കുന്ന ഇതിന്റെ അത്തോട്ട് അടിച്ചാൽ കൊള്ളാല്ലേ വെള്ളം മാറ്റണം. ചട്ടിയും കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തോടെ എനിക്ക് ഇന്ന് സമാധാനമാവും. ഞാൻ അതാണ് ഗ്യാസിൽ വേണ്ടെന്ന് പറഞ്ഞു. അത്ര നല്ല രീതിയിലുള്ള വഴക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. തീ കുറ അങ്ങനെയാണെങ്കിൽ വറ്റി വരണ്ട് വരുന്നു. ഇത് കണ്ട ഇരുട്ടത്ത് ടോർച്ച് അടിച്ചു വെച്ചിട്ടാണ് വീഡിയോ ചെയ്യണം. ഇനി എന്റെ മൊത്തം അടിക്കണം. കണ്ടോ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. അങ്ങനെയാണ് നമ്മൾ വ്ളോഗ് ചെയ്യണം. കറണ്ടും ഇല്ല ഒന്നുമില്ല. മഴയും പെയ്തും മൊത്തത്തിൽ കൊളായി. നമ്മളെ മാങ്ങക്കറി എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നു. ഇതിനു വേണ്ടി ഒരു ലൈക്ക് അടിക്കുന്നത്. ഒരു ലൈക്ക് അടിക്കാൻ പറഞ്ഞ എണ്ണ ഒഴിക്കുക. ഇതാ പുക പറഞ്ഞു കറച്ചട്ടി പൊത്ത്. മതി. ഓക്കെ ഇനി എണ്ണ ചൂടാവട്ടെ. എണ്ണ ഇപ്പൊ ചൂട എണ്ണ മറ്റേ സാധനം എടുത്തിട്ട് ഇതല്ലേ ഇട്ടോ ഇളക്കങ്ങോട്ട്. പുല്ല് കണ്ടും കൂടെ കോമഡി ആവുമല്ലോ ഇത്. ഇതിപ്പോ തേങ്ങയുടെ പോയി. ഇത് കറി കിടന്ന് വാടിക്കോളും. തേങ്ങ അത് വാടട്ടെ ഒന്ന് അടി പിടിക്കണോടാ. ആദ്യം ഞാനും കൂടെ ഫസ്റ്റ് കുക്കിംഗ് പൊളി. ഞാൻ ആദ്യമായിട്ടൊന്നല്ല. ഇവൻ വീട്ടില് പാചകം ചെയ്ത് തെളിഞ്ഞു കിടക്കുന്ന ആളാണ് കൈ തന്നെ. ഇവിടെ പൊട്ടിക്കല്ലേ. ഇവന് നല്ല കുക്കിംഗ് അറിയാം കേട്ടാ. നീ കിടില് കൊണ്ടാ. ഗ്യാസ് നല്ല രീതിയിൽ തന്നെ അറിയാമോ? ഞാൻ വീട്ടില് ഗ്യാസിൽ തന്നെ ആഹാരം ഉണ്ടാകും. പൊളി. അപ്പൊ നീ എവിടെ പോയാലും ജീവിക്കും. നമ്മളെ പോലെ അല്ലേ കേട്ടാ. ഇവൻ കിടിലോട്. നീ ഒരു കിടിലോണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഉണ്ണിക്കുട്ടനോട് നമുക്ക് വെച്ച സാധനം കൊടുക്കണം. അവനും കൂടെ വരണം. അവനോട് വരണം. അവനെ വിളിക്കാം നമുക്ക്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൂ വെച്ച് വാഴറേ. എന്റെ പൊന്നു അടുത്തിട്. ഓ ഇനി ഞാൻ അവൻ പറയും പോലെ എല്ലാം കഴിയും കേട്ടോ. എന്റെ പൊന്നു മുളക് പൊടി ഇന്നില്ല എടുത്തോട്ട്. കുറച്ച് മുളക് പൊടി മതിയേ. അരന്നുള്ളു മുളക് പൊടി. ഇളക്കടാ. ഇന്ന് ഗ്യാസ് കൊള്ളാതെ ഇത് വെക്കുമെന്ന് തോന്നുന്നു. തേങ്ങ എടാ വെട്ടടിക്കല്ലേ. തേങ്ങയില് കുറച്ച് വെള്ളം ഒന്ന് കലക്കി എടുക്കാമേ. ലാസ്റ്റ് ഇടാടാ. തന്നെ ഉപ്പിടാൻ വിട്ടുപോയി ഗൈസ്. 1/4 ടീസ്പൂൺ ഉപ്പ്. നല്ല കല്ലുപ്പ്. സുത്തമാന കല്ലുപ്പ്. നല്ല മണം ഇല്ലടാ. നമ്മള് തേങ്ങ ഒന്ന് കലക്കണം. കഞ്ഞിയല്ല ഇത് തേങ്ങ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മോനെ. സെറ്റ് കലക്കി വാരി. നീ മാങ്ങ ഇടണ്ടേ എടാ. തൊണ്ടയിൽ കിസ് അയ്യോ എന്നെ മണ്ടയിലും കയറി. കുറച്ച് മഞ്ഞപ്പൊടി. എന്തൊരു കഞ്ഞിയാടാ ഇളക്കണ. ഇത് മാമ്പഴ പുളിശ്ശേരിയാവും. മഞ്ഞപ്പൊടി മതി. അത് ഒരു നുള്ളു. കളർ വരാല്ല. അത് കഴിക്കുമോ? അത് നമ്മളെ വീട്ടിൽ കളറുള്ള എന്റെ ഇവിടുത്തെ മഞ്ഞപ്പൊടി നീ കാണിച്ചു തരാം. ഇതാ നോക്കൂ. കണ്ട ഇതൊരു കളറില്ല. എന്നാ പിന്നെ ഇതെന്ത് കളർ? അത് കളർ വരും. ഒന്ന് അടങ്ങ്. സോറി മണം ഇതാ ഇഞ്ഞടിക്കുന്നു മഞ്ഞപ്പൊടിയില്. നമ്മുടെ മാങ്ങ പറക്കി തട്ടിയിട്ട് കൊടുക്കാം. എന്നാ അതുകൊണ്ട് തട്ട്. പഴുത്ത മാങ്ങയിട്ട് മാങ്ങാക്കറി. പഴുത്ത മാങ്ങയിട്ട് മാങ്ങാക്കറി വെക്കണം തന്നെ. കറണ്ട് വന്നേ. അങ്ങനെ അവസാനം നമ്മളെ പരിശ്രമത്തിനോട് കറണ്ട് വന്നു. യെസ്. ഇതാ കണ്ടില്ലേ. ഇതാ കണ്ട. അടുക്കളയിലെ കരി ഉണ്ടായി. അടുപ്പ് കത്തിക്കുന്നോണ്ടാണ്. ഓക്കെ അപ്പൊ നമുക്ക് ഇനി വെള്ളം ഒഴിക്കരുത് കുറച്ച്. പിന്നെ ഇത്രയും കറി കഴിക്കാൻ നിന്നെ കൊണ്ടോ. നീ പോടെ വീട്ടുകാർക്ക് കൊടുക്കണ്ടേ. ഇതാരും കഴിക്കൂലെന്നാണോ നീ ഉദ്ദേശിക്കണ? നിന്റെ കിണിയടാ. ഇത് നീ ചെയ്ത കറിയാണ്. വെള്ളം വേണോ അല്ലേ? വെള്ളം വേണം. ചൂടുവെള്ളം മതി. ഇവിടെ പൊടി ഇടില്ല. എന്തൊരു പൊടി? കരിയാൻ പൊടി ഒന്നും ഇല്ല. അപ്പൊ ചൂടുവെള്ളം മതി. ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെട്ടടിക്കണ്ട. ഒരു കപ്പ് ഫുള്ള് ഒഴിക്കില്ലേ? മതിയാ? ഇതെന്തൊരു മീൻകറിയാടാ. എടാ ഉപ്പ അത് മതിയോ? അത് നോക്കാൻ നമുക്ക് സമാധാനപ്പെട്ടു. എനിക്ക് ഉപ്പും കറണ്ട് ഉണ്ടാക്കാനാ. ഇപ്പൊ കുറഞ്ഞ കൂട്ടിപ്പോയ വെള്ളം ഒഴിക്കാൻ. എടാ വീര അപ്പൊ കറി കൊള്ളാവൂലടാ. പൊടികളൊക്കെ ഒന്നുകൂടെ ഇട്ടാൽ ഇതെന്തരാവണമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. കരിവേപ്പില എടുത്തില്ല. കരിവേപ്പിലേക്ക് വരും. അത് നമ്മൾ കടുവറുത്തണതിന്റെ കൂടെ കരിവേപ്പില ഇട്ടിട്ട് ഇങ്ങോട്ട് താളിക്കൂടെ മോനെ.
നീ പ്രൊഫഷണൽ കുക്കർ എന്ന് പറയുന്നത് നീ എന്നോട് ഇത് പറയണം ഗൈസ്. ആ കറി നോക്കിയാണ് എന്റെ പൊന്നോ. തിളക്കട്ടെ, കിളക്കട്ടെ ആദ്യം. തിളച്ചിട്ട് ടേസ്റ്റ് ഇളക്കി കൊടുക്കണം അല്ലേ? ആ നീ വെയിറ്റ് വേണ്ടത്. അവിടെ തിളക്കി അടച്ചിരുന്നേ, അടച്ചു വെച്ച് കഴിക്കാം. ഏയ് തന്നന്നം താനന്നം താളത്തിലാടി. ഓ ആ ഉപ്പുവെള്ളം കുറച്ച് 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 മതി 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 മതിയടാ. അത് ഓവറാവും ഓവറാവും. ഇതൊന്ന് ഇളകി കൊടുക്കാം. ആ മതി 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 മതി. ആ ഓ ഇവന്റെ കാര്യം സെറ്റായി. അപ്പൊ നമുക്കിനി ഇതിനെ അടച്ചു വെച്ചിട്ട് ഇല വെട്ടാൻ പോവാ. ഇല വെട്ടാൻ പോവാ. നിനക്ക് ഇല വേണ്ട? വേണ്ട. ഓ എനിക്ക് ഇലയിൽ തിന്നാനാണ് ഒരു ഇഷ്ടം തോന്നണ ഗൈസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇല വെട്ടിയിട്ട് അതിൽ സെറ്റ് ചെയ്യാം. ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. ആ അതെയാണ് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ രണ്ടുപേരും ഉണ്ടാക്കി. ആദ്യമാണ് ഉണ്ടാക്കി കറി. നിനക്ക് അറിയാമോ? ഇതാ കറി നമ്മൾ ഓപ്പൺ ആക്കിയാണ്. ഓ മാങ്ങാക്കറി മാങ്ങാക്കറി. ആഹാ എന്താ മണം. മാസ്റ്റർ ഷെഫിനെ കഴിച്ചോ കഴിച്ചോടാ കഴിച്ചോ. നീ ആദിക്ക് ഇതാ ഇവന്മാര് കൂട്ടണ ലക്ഷണം ഇല്ല കണ്ടിട്ട്. നീ എനിക്ക് ചോറെടുത്താ കലത്തിലോട്ട് തട്ട് തിന്നി. ഞാൻ കുറച്ച് കറിയും കൂടെ കഴിക്കും. പൊരിച്ച മീന്, മാങ്ങ, തോരൻ, സാമ്പാറ്, അതിന്റെ കൂടെ നമ്മുടെ മാങ്ങാക്കറി, പിന്നെ വെള്ളം. കഴിയടാ. നിന്നെ ഭീഷണിപ്പെടുത്തണല്ലേ? കഴിച്ചു നോക്ക്. കഴിയടാ, അല്ലെ ഞാൻ കള്ളം പറയണമെന്ന് പറയും. കൊള്ളാമോ? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ ഇനി അടുത്ത ആദി. ഞാൻ ഉണ്ടാക്കി ഞാൻ എന്തിന് കഴിച്ചു നോക്കണം. കഴിയടാ അങ്ങോട്ട്. ഭയങ്കര ഞാൻ പറഞ്ഞ തെറ്റി ഉള്ളൂടെ. ഓക്കെ ഇനി ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം. കുറച്ച് മാങ്ങ കറി മാത്രം എടുത്ത് കുഴച്ച് ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കാം. അടിപൊളിയായി. അല്ല തോന്നിയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം പഴുത്തായിട്ടുള്ള മാങ്ങയും ചോറും കൂടെ അന്യായ കോമ്പിനേഷൻ. കുറച്ചുകൂടെ കഴിക്കാം ഗൈസ്. എന്റെ പൊന്നോ ആ ഇഞ്ചിയൊക്കെ കടിക്കാൻ കിട്ടണേ നല്ല ഫീലുണ്ട്. കഴിച്ചു നോക്കാം. ആ അടിപൊളി ഗായ്സ്. അങ്ങനെ എന്റെ എല്ലാം ഫിനിഷ് ആയിരിക്കണം. ശരി ഇനി ഞാൻ കൈ കഴുകിട്ട് വരാം. ഓ ഇവിടെ എന്താ വയറ് ഇത് സെറ്റായി. അവിടെ ഒരു 10 മിനിറ്റ് ഇരിക്കടാ. വാട്ട് എ വണ്ടർഫുൾ ഡേ ഗൈസ്. അന്നത്തെ ഒരു ദിവസം നമ്മൾ വിചാരിച്ചാലേ അടിപൊളിയായിട്ട് കുറച്ച് ചലഞ്ചസ് സംഭവങ്ങളെല്ലാം വന്നെങ്കിൽ നമ്മൾ മൊത്തത്തിൽ അടിപൊളിയായിട്ട് ആ ഒരു സംഭവം വെച്ച് കറിയെല്ലാം കൂട്ടി മൊത്തത്തിൽ ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. ബട്ട് ഞാൻ അന്നത്തെ ദിവസവും ഔട്ട്റോ എടുക്കാനായിട്ട് വിട്ടുപോയി. സോ ഇത് അടുത്ത ഒരാഴ്ച ഒരു 7 ദിവസമെങ്കിലും കഴിഞ്ഞാണ്. എന്നിട്ടാണ് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി ഔട്ട്റോ എടുത്തില്ല. വീണ്ടും മറന്നു. അപ്പൊ അതുകൊണ്ട് ഔട്ട്റോ എടുക്കാന്ന് വെച്ച് ഇത് ഔട്ട്റോ എടുക്കുകയാണ് ഗൈസ്. അപ്പൊ അതായിരുന്നു ഗൈസ് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൊത്തത്തിൽ നമ്മൾ നല്ല വൈബ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഒത്തിരി ചാലഞ്ചസ് കറണ്ട് പോക്കും എല്ലാം വന്നെങ്കിലും നമ്മൾ അവസാനം അത് ഫിനിഷ് ചെയ്ത് കഴിച്ചപ്പോൾ ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അടിപൊളിയായിരുന്നു. പിന്നെ എന്തുവാണ് നമ്മൾ ഓരോ നിമിഷവും എൻജോയ് ചെയ്യുക എന്ന് പറയുന്ന പോലെ ഇതൊക്കെ ലൈഫിൽ നമുക്ക് കുറിച്ചിടാനോ സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള ഒരു കിട്ടില്ല ഒരു മെമ്മറി ആയിരിക്കും. അത് ഉറപ്പാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കി പിടിക്കുക. ബെല്ലൈക്കണിൽ ഒരു പീസ്.